ഇടുക്കിയിലെ ഭൂവിനിയോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നം കൂടുതൽ സങ്കീർണമാകുന്ന നിലയാണുണ്ടായത്. 2010 ജനുവരി 21 ഹൈക്കോടതി ഉത്തരവ് അതനുസരിച്ച് മൂന്നാർ മേഖലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പലതും നിർത്തിവെക്കേണ്ടി വന്നു. ചട്ടപ്രകാരം പതിച്ചു നൽകപ്പെട്ട ഭൂമി കൃഷിയും ഗൃഹനിർമ്മാണവുമല്ലാതെ മറ്റാവശ്യങ്ങൾക്ക് വിനിയോഗിക്കുന്നത് നിയമവിരുദ്ധമാണ് എന്ന് വന്നു. മറ്റാവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ ആശുപത്രികളുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, ആരാധനാലയങ്ങളുണ്ട്, കച്ചവട സ്ഥാപനങ്ങളുണ്ട്. ഇതെല്ലാം അടങ്ങിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിയമവിരുദ്ധമാണ് എന്ന് കണക്കാക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. 2016 ഞങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ അപ്പം തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനുള്ള ഇടപെടലുകൾ ആരംഭിച്ചു. അതിന്റെ ഭാഗമായി സർവകക്ഷി യോഗം, വിവിധ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ യോഗം, പരിസ്ഥിതി സംഘടനകളുടെ പ്രതിനിധികളുടെ യോഗം, മാധ്യമപ്രവർത്തകരുടെ യോഗം, ഇങ്ങനെ വിവിധ തലങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു. 2021 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ LDF ഇറക്കിയ പ്രകടന പത്രികയിൽ ഒരു പ്രധാന ഉറപ്പായി നൽകിയിരുന്നത് ഇടുക്കി ഉൾപ്പെടെയുള്ള മലയോര മേഖലയിലെ ഈ സവിശേഷ പ്രശ്നം പരിഹരിക്കുമെന്നായിരുന്നു. ഭൂപതിവ് നിയമ ഭേദഗതി, അതിനെ തുടർന്നുള്ള ചട്ടഭേദഗതി, അതിന്റെ ഭാഗമായി രൂപീകരിക്കപ്പെട്ട ചട്ടങ്ങൾ, ഇതെല്ലാം വന്നപ്പോൾ നേരത്തെ നൽകിയ ഉറപ്പ് യാഥാർത്ഥ്യമായിരിക്കുക. 2023 സെപ്റ്റംബർ 14 നിയമസഭയിൽ ഭേദഗതി ബിൽ പാസാക്കിയത്. ഇത് ഭൂപതിവ് നിയമ ഭേദഗതി. ആ ബിൽ പാസാക്കി ജീവിതോപാധികൾക്ക് കരുപ്പിടിക്കാൻ ഉതകും വിധം സർക്കാർ നിബന്ധനകൾക്ക് വിധേയമായി ഭൂമി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഭേദഗതി കൊണ്ടുവന്നത്. നിലവിലുള്ള ചെറിയ നിർമ്മാണങ്ങൾ, കാർഷികേതര ആവശ്യങ്ങൾക്കായുള്ള ഭൂപയോഗങ്ങൾ, ഇതെല്ലാം ക്രമവൽക്കരിക്കാനാണ് അതുവഴി ഉദ്ദേശിച്ചത്. അതിനെ തുടർന്നാണ് 2026 കേരള ഭൂപതിവ് പട്ടയഭൂമി മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിന് അനുമതി നൽകൽ ചട്ടങ്ങൾ, ആ ചട്ടങ്ങൾക്ക് മന്ത്രിസഭാ യോഗം അനുമതി നൽകിയത്. ഇപ്പോൾ പുതിയ ചട്ടം വന്നു. ആ പുതിയ ചട്ടപ്രകാരം വീടുകൾ, കാർഷിക, വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾ, മാർക്കറ്റുകൾ, ആരാധനാലയങ്ങൾ, പൊതു ആവശ്യങ്ങൾക്കുള്ള നിർമ്മിതികൾ, സാംസ്കാരിക സ്ഥാപനങ്ങൾ, ക്ലബ്ബുകൾ, ചാരിറ്റബിൾ ആവശ്യങ്ങൾക്കുള്ള നിർമ്മിതികൾ തുടങ്ങിയവയ്ക്കായി
ഭൂമി പരിവർത്തനം നടത്തുന്നതിന് ഫീസ് വേണ്ട. മലയോര മേഖലയിലെ ഭൂപ്രശ്നത്തെ സർക്കാർ കണ്ടത് ഭൂമിയുടെ അവകാശത്തെ സംബന്ധിച്ചായി തന്നെയാണ്. ഭൂപതിവ് ഭേദഗതി ചട്ടങ്ങൾ നിലവിൽ വന്നതോടെ മലയോര ജനത 6 പതിറ്റാണ്ടിലധികമായി അനുഭവിക്കുന്ന ഭൂമി ഉപയോഗം സംബന്ധിച്ച വിവേചനത്തിന് ശാശ്വത പരിഹാരമായിരിക്കുക. എല്ലാവരെയും ഭൂമിയുടെ അവകാശികളാക്കിക്കൊണ്ടുള്ള ഉൾച്ചേർക്കലിൽ ഊന്നിയ വികസനമാണ് കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ നടന്നത്. 2016 മുതൽ ഉള്ള അനുഭവം നോക്കിയാൽ പട്ടയ കാര്യത്തിൽ 4 ലക്ഷത്തിലധികം പട്ടയങ്ങൾ വിതരണം ചെയ്യാനായിട്ടുണ്ട്. 2011-16 കാലയളവിൽ UDF സർക്കാർ വിതരണം ചെയ്തത് 1,15,000 പട്ടയങ്ങളായിരുന്നു. എന്നാൽ 2016-2021 ആ 5 വർഷക്കാലം LDF സർക്കാർ വിതരണം ചെയ്തത് 1,77,011 പട്ടയങ്ങളായിരുന്നു. 2021 മുതൽ 26 വരെയുള്ള കാലയളവെടുത്താൽ 2,72,989 പട്ടയങ്ങൾ വിതരണം ചെയ്യും. അപ്പോൾ 10 വർഷം ആകെ 2016 മുതൽ 2021 വരെ 4 ലക്ഷം എന്ന വൻ നേട്ടത്തിലേക്കാണ് എത്തിച്ചേർന്നത്. 1977 മുൻപ് വനഭൂമിയിൽ കുടിയേറിയ മുഴുവൻ കർഷകർക്കും പട്ടയം നൽകുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ ഇടുക്കിയുമായി ബന്ധപ്പെട്ട് ടൂറിസ്റ്റ് സാധ്യത വളരെ വലുതാണ്. ടൂറിസം മേഖലയിൽ നാം കൈവരിച്ച നേട്ടം സാർവദേശീയ അംഗീകാരം നേടിയ ഒന്നാണ്. കോവിഡ് കാലത്ത് നിന്നും 5 വർഷം പിന്നിടുമ്പോൾ സഞ്ചാരികളുടെ എണ്ണത്തിലും വരുമാനത്തിലും സർവകാല റെക്കോർഡിലാണ് നമ്മുടെ സംസ്ഥാനം എത്തി നിൽക്കുന്നത്. 2025 2,53,80,365 കട്ടപ്പനയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുന്നതിന്റെ തത്സമയമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.